ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പനയുടെ സ്വപ്ന പദ്ധതിയായ തണലിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ആദ്യഘട്ടമായി നഗരസഭാ വിഹിതമായ 15 ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തിയായി. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന. കട്ടപ്പന നഗരത്തിനുള്ളിലെ ഏറ്റവും ശാന്തമായ പ്രദേശമാണ് പള്ളിക്കവല ടൗൺ ഹാൾ ഇടുക്കി കവല ബൈപ്പാസ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും തണൽ നൽകുന്ന മരങ്ങളാണ് പ്രദേശത്തിന്റെ പ്രത്യേകത. മീറ്റർ റോഡിന്റെ ഇരുവശങ്ങളിലും തണൽ മരങ്ങൾ പടർന്നു നിൽക്കുന്നു. അമൃത് പദ്ധതി ഫണ്ടിൽ നിന്നും നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി ഇവിടെ തണലിടം മിനി പാർക്ക് ഒരുക്കാനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കട്ടപ്പന നിവാസികളുടെയും കട്ടപ്പന നഗരസഭയുടെയും സ്വപ്ന പദ്ധതിയായ തണലിടം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. കട്ടപ്പന നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കട്ടപ്പന പള്ളിക്കവല നേതാജി ബൈപ്പാസ് റോഡിലുള്ള മുനിസിപ്പൽ ആസ്തിയിലുള്ള സ്ഥലത്ത് റോഡിന്റെ വശങ്ങളിലായിട്ട് നഗരസഭ വിഭാവനം ചെയ്തിരിക്കുന്ന തണലിടം പദ്ധതി എന്നത്. നമുക്കറിയാം, ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം കട്ടപ്പന നഗരത്തിൽ മറ്റൊന്നില്ല. ഇത്രയേറെ മരങ്ങളും ശീതളമായ കാലാവസ്ഥയും കൊണ്ടുമൊക്കെ അനുഗ്രഹീതമായ അനേകര് ഇവിടെ വിശ്രമത്തിനും ഒക്കെയായിട്ട് കടന്നു വരുന്ന ഒരു ഇടമാണ്. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിൽ വകയിരുത്തിയ 15 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ലഭ്യമായിരിക്കുന്ന 37 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടമായിട്ട് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പിടങ്ങളും പുൽമേടും ഒപ്പം ചാരുബെഞ്ചുകളും അതേപോലെ കുട്ടികൾക്കായുള്ള റൈഡുകൾ, വലിയവർക്കുള്ള എക്സസൈസ് മെഷീനുകൾ ഒക്കെ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഫ്രീ വൈഫൈ സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ സ്വപ്ന പദ്ധതി എത്രയും വേഗം നാടിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളിലാണ് കട്ടപ്പന നഗരസഭ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ കട്ടപ്പന നഗരത്തിന് പുതിയൊരു ഉണർവും പുതിയ ഒരു പാർക്കും ഒക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കടന്നു വരുന്നത്. നിലവിൽ ഇരുവശവുമുള്ള ചതുപ്പ് പ്രദേശത്തിനും റോഡിനും അരികിലുള്ള കല്ലുകെട്ടാണ് നടക്കുന്നത്. റോഡരികിലെ മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച് ചാരുബെഞ്ചുകൾ, പൂച്ചെടികൾ, സോളാർ ലൈറ്റ്, ക്യാമറ, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഫ്രീ വൈഫൈ, ഓപ്പൺ ജിം, കഫറ്റേരിയ എന്നിവയാണ് തണലിടത്തിൽ വരുന്നത് എന്ന് വാർഡ് കൌൺസിലർ സോണിയ ജെയ്പി പറഞ്ഞു. പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയിൽപ്പെടുത്തി 37 ലക്ഷം രൂപയും നഗരസഭ 15 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് തണലിടം പദ്ധതി പൂർത്തിയാക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കട്ടപ്പന നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഗ്ലാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.